അന്നൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഓണത്തിൻ്റെ അന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ. വലിയ ഡീറ്റെയിൽ വീഡിയോ ഒന്നുമില്ല, ഞാൻ ഓണത്തിന് പൂവിടുന്ന ഒരു ചിന്ന വീഡിയോ ആണ് കേട്ടോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പൂവിടാൻ വേണ്ടിയിട്ട് കളമൊക്കെ തലേന്ന് തന്നെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, രാത്രി ഞാൻ എടുത്ത വീഡിയോ കേട്ടോ ഇത്. പൂവിടാനുള്ള കളമൊക്കെ വരച്ച് അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള പൂക്കളൊക്കെ കട്ട് ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് രാവിലെ എണീച്ച് കുളിച്ച് ഇടുമ്പോൾ കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി കേട്ടോ. കാരണം പിറ്റേന്ന് രാവിലെ ഇനി പൂ ഇടാകുമ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്യാന്നുള്ളതായിരുന്നു പ്ലാന്. ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ എണീച്ച് കുളിച്ച് ഇതാ പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് പൂ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂവൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വിളക്ക് കത്തിച്ച് വെക്കുക. വിളക്ക് കത്തിച്ച് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പായസവും ആക്കി റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പം ഞാൻ പൂ ഇട്ടുകൊണ്ട് വെക്കുന്നതിൻ്റെ നടുക്ക് എൻ്റെ മോൻ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീയും വേഗം പോയി പല്ലിച്ച് കുളിച്ചിട്ട് വാ, എന്നിട്ട് എനിക്ക് ഈ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്തതാ, ബാക്കിയുള്ള പൂവൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നീ അതൊക്കെ കട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഡിസൈൻ എന്നുള്ളത്? അപ്പം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ ലുക്കിൻ്റെ. അപ്പം അത് ഞാൻ ഫോണിൽ പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നമ്മളെ ഈ ഡിസൈനിൻ്റെ ലുക്കും ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഫോണിൽ. അത് രണ്ടുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പൂ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇത് പൂ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് പൂവ് മുറിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചോട്ടാക്ക്. അപ്പോൾ എൻ്റെ നടുക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എല്ലാ പൂവും കട്ട് ചെയ്ത് വെക്കുക, എന്നാൽ പിന്നെ ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്നെ എന്നൊക്കെ പറയാം. അപ്പോൾ അവൻ പറയാൻ, മമ്മ കട്ട് ചെയ്തോളൂ, ഞാൻ പൂട്ട് തരാം. ഞാൻ പറഞ്ഞു, വേണ്ട, നീ പുറത്തേക്ക്, അതായത് ബാൽക്കണിയിലൊക്കെ പൂണി ഇട്ടോളൂ, ഇത് ഞാൻ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ നെയ്ബറായ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ, മഗീന്ന് പറഞ്ഞിട്ട്. അവള് വന്നു. അപ്പോൾ അവള് വന്നപ്പോൾ പറഞ്ഞാൽ, ആൻറ്റി ഞാൻ ഹെൽപ്പ് ചെയ്യാം പൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അവളും വന്നിട്ട് പൂവൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ, എന്നാൽ ഒരു കാര്യം ചെയ്യും, മഗിയും കൃഷ്ണനും കൂടിയിട്ട്, അതായത് എൻ്റെ മോനും കൂടിയിട്ട് പുറത്തേത്തെ പൂ ഇട്ടോന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ നടുക്ക് മഗീൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു, എന്തായാലും നിങ്ങൾ പൂ ഇട്ടുകൊണ്ട് നിൽക്കല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മഗീൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിൻ്റെ നടുക്ക്. എന്നിട്ട് പിന്നെയും വീണ്ടും പൂടലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ മഗിയും കൃഷ്ണനും പോയിട്ട് ബാൽക്കണിയിൽ, അതായത് നമ്മൾ മിറ്റില്ലല്ലോ, നമുക്ക് ഫ്ലാറ്റിലല്ലേ ഉള്ളത്, അപ്പോൾ പുറത്തേത്തെ പൂ നിങ്ങൾ രണ്ടാളും കൂടി ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അതിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ പൂവിടുന്നുണ്ട്. ഇതാണ് എൻ്റെ മകിക്കുട്ടി, കൂടെ കൃഷ്ണനും കൂടി രണ്ടുപേരും കൂടിയാണ് പുറത്തേത്തെ പൂവിടുന്നത്. ആ പൂക്കളും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ മിഡിൽ കഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സമയം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനുശേഷം ഇതാ മഗീൻ്റെ അമ്മയും കൂടി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. സോറി, ഞാൻ അതിന് ശേഷം വീഡിയോ കട്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ എൻഡിങ്ങിലുള്ള മാത്രമേ ബാക്കിയുള്ള വീഡിയോസിലുള്ളത് കേട്ടോ. അപ്പോൾ മഗീൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ 6 o'clock കഴിഞ്ഞിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. കാരണം ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എണീക്കാൻ ലേറ്റായി പോയി. കാരണം പൂവൊക്കെ കട്ട് ചെയ്ത് രാത്രി കിടക്കുമ്പോൾ തന്നെ 12 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എണീക്കാൻ ലേറ്റായി. അതുകൊണ്ട് 6 o'clock നമ്മൾ കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അകത്തേത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതാ പുറത്ത് ഇവർ പൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ പൂവിടുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണപ്പൂക്കളം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാമെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ഇത്രയും കഴിഞ്ഞിട്ടാണോ ഓണത്തിൻ്റെ വീഡിയോ വരുന്നത്? ആക്ച്വലി വേറെ ഒന്നല്ല, ഓണം കഴിഞ്ഞപ്പാട് കസിൻ്റെ വെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിലായതുകൊണ്ട് ആ ഒരു 1 week എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 1 weekന് ശേഷമാണ് വീഡിയോ എഡിറ്റിങ്ങും പിന്നെ ഈ ഓണത്തിൻ്റെ പൂക്കളത്തിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഫൈനലി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പൂക്കളത്തിൻ്റെ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് പൂക്കളം ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ കോനായിൽ, അതായത് ബാൽക്കണിയിൽ പിള്ളേരിട്ട പൂക്കളവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നാട്ടിലത്തെ പോലെ വീട് അല്ലാത്തതുകൊണ്ട്, ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ കോനായി മിറ്റം എന്നുള്ള കണക്കിൽ 2 പൂക്കളും പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മിറ്റത്തെയും കോലായത്തെയും പൂക്കൾ 2 തരത്തിലായിട്ട് ഡോറിന്റെ സൈഡിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ മുന്നിൽ മിറ്റത്തിടുന്ന പോലെ ഒരു ചെറിയ പൂക്കളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതാ പിള്ളേഴ്സൊക്കെ ഇതാ റെഡിയായി, ഓണക്കോടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് കോടി ഡ്രസ്സൊക്കെ ഇട്ട് ഇതാ രണ്ടുപേരും ഇരുന്നിട്ട് ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂടുന്ന വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത് കമൻറ്റിലും കൂടി പറയണം കേട്ടോ. ഇതെന്റെ ചിന്നതായിട്ടുള്ള ഡാൻസ് സ്റ്റുഡൻസും എൻ്റെ നെയ്ബേഴ്സും കൂടിയാണ് കേട്ടോ. പൂക്കളൊക്കെ ഇട്ട് എൻ്റെ പാട്ടുപാവടി ബ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ സുന്ദരി മണികൾ. ഇങ്ങനെ കൊള്ളാമോ? പാട്ടുപാവടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് സൂപ്പർ ആയിട്ടില്ല. മെയിനായിട്ട് അവർ വന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് ടീച്ചേഴ്സ് ഡേ കൂടിയാണ്. ടീച്ചേഴ്സ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വന്ന കേട്ടോ. ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അവരെ കൈ കൊണ്ട് തന്നെ ആക്കിയ കാർഡും ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. ഇത്രയും കാലം ടീച്ചേഴ്സ് ഡേ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ടീച്ചേഴ്സ് ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം ഡാൻസ് എടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടികൾ എനിക്കൊരു ഗിഫ്റ്റ്, അതും അവരെ കൈ കൊണ്ടാക്കിയ ഒരു കാർഡ് ആക്കിയിട്ട് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ ഈ ഓണവും ടീച്ചേഴ്സ് ഡേ കൂടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഇതാ ഇവിടെ ഞാൻ പായസം ആക്കുന്നുണ്ട്. കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു പായസം ആക്കുന്നുണ്ട്. പൂവിൻ്റെ അടുക്ക ഭഗവാനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മൾ കുടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പ് ഇത് എന്ത് പായസം എന്നറിയോ? പിസ്താഷ്യോ പായസം കേട്ടോ. റെഡിമെയ്ഡ് മിക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദുബായിൽ പോയപ്പോൾ. അപ്പോൾ ആ ഒരു മിക്സിനെ കൊണ്ടാക്കിയ പിസ്താഷ്യോ പായസമാണിത്. അതിൻ്റെ റെസിപ്പി ഒന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള പായസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ പറയുന്നതിന് മുമ്പ് ദുബായ് പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ദുബായ് വീഡിയോസും കമ്മിങ് സൂൺ കേട്ടോ. ബൈ ബൈ ആൻഡ് ഹാപ്പി ഓണം ടു യു ഓൾ.